പ്രേതബാധ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ പ്രേതബാധയെ മാറ്റുക എന്നുള്ളതാണ്, ശരീരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബോഡി വീക്കായതുകൊണ്ടാണല്ലോ ഒരാൾക്ക് പ്രേതബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബോഡി വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും പ്രേതബാധ ഏൽക്കാതിരിക്കാനായിട്ട് എന്ത് വേണം? നമ്മൾ ALS, നല്ല പവർഫുള്ളായിട്ടുള്ള ALS ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതും വളരെ നന്നായിട്ട് തയ്യാറാക്കുന്നവരെ കൊണ്ട് തന്നെ നിങ്ങളത് ധരിച്ചു കൊള്ളേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവുള്ളൂ. പ്രത്യേകിച്ചും 3 വർഷത്തേക്ക് നിർബന്ധമാണ് ALS. ഈ പ്രേതബാധയൊക്കെ ഒഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് 3 വർഷമെങ്കിലും നിങ്ങൾ അതിൻ്റെ ALS ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും വരാണ്ട് നോക്കാൻ പറ്റുള്ളൂ. ALS പല രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. ALS എന്ന് പറഞ്ഞാൽ പല യന്ത്രങ്ങളുണ്ട്. ഇതിന് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ളത് ഓരോ യന്ത്രങ്ങളാണ്. പിന്നെ ചിലർക്ക് ചില ചെടികളുടെ വേരുകൾ കൊണ്ട് അത് ജപിച്ച് ALSലാക്കി കൊടുക്കാറുണ്ട്. അത് ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര നല്ലതാണ്. ജീവിതത്തിൽ നമ്മൾ നന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കുറേ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് പകർന്നു തരികയും ബിസിനസ് നശിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ALSകളൊക്കെ ഒരുപാട് പ്രയോജനപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്.